ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടന എന്നാണ് ഇന്ത്യൻ ഭരണഘടന വിശേഷിപ്പിക്കുന്നത്. 75 വർഷമായി നമ്മുടെ ഭരണഘടന നിലവിൽ വന്നിട്ട്. വലിയ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും മഹത്തായ ഭരണഘടനകളിലൊന്നാണ്. ജനങ്ങൾക്ക് ഏറ്റവും വലിയ അവകാശങ്ങൾ മാത്രമല്ല കേട്ടോ, ജനങ്ങളുടെ കടമകളും പറയുന്നുണ്ട്. നമ്മൾ അവകാശങ്ങളെക്കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. ഭരണഘടന അവകാശങ്ങളും കടമകളും കൂടി നിർവഹിച്ചിട്ടുള്ള ഒരു ഭരണഘടനയാണ്. അപ്പോൾ ഈ ഭരണഘടന വന്നിട്ട് ഇന്നിപ്പോൾ 75 വർഷമായി. ഈ ഭരണഘടന സജി ചെറിയാൻ പറഞ്ഞ പോലെ എങ്ങാണ്ടൊന്ന് ആരാണ്ടൊക്കെ ചേർന്നുണ്ടാക്കിയ കുന്തവും കുടച്ചക്രമൊന്നുമല്ല. ഈ ഭരണഘടന ഉണ്ടായി വന്നത് വലിയൊരു പ്രക്രിയയിലൂടെയാണ്. അതായത് 2 വർഷവും 11 മാസവും 18 ദിവസവും ഒരു ഭരണഘടനാ അസംബ്ലി ഉണ്ടായിരുന്നു. 299 പേരായിരുന്നു അവസാനം ഈ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ, അന്ന് സംസ്ഥാനമില്ല, വിവിധ പ്രൊവിൻസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ചേർന്നിരുന്ന് ഈ പറഞ്ഞതുപോലെ 2 വർഷം 11 മാസം 18 ദിവസം അതിൽ 166 ദിവസം ഡെലിബറേഷൻസ് നടന്നു, ചർച്ചകൾ നടന്നു. 11 സെഷൻസ്, 11 സമ്മേളനങ്ങൾ നടന്നു. പാർലമെൻറ്റ് സമ്മേളനം ചേരുന്ന പോലെ ശരിക്കും നമ്മുടെ ഈ പാർലമെൻറ്റ് ഇന്നിപ്പോൾ എങ്ങനെ ചേരുന്നു അതേപോലെയാണ് ഈ ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നടന്നത്. അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ. അദ്ദേഹം ഇരിക്കുന്നു, ആളുകൾ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു, ഓരോ വിഷയങ്ങൾ പറയുന്നു, അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ ചർച്ചകളാകെ ക്രോഡീകരിക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ മുഴുവൻ ഓരോരുത്തർ പറഞ്ഞതും രേഖപ്പെടുത്തുകയും അത് ഇന്നും റഫറൻസിന് ലഭ്യമാണ്. അതായത് പറഞ്ഞു വരുന്നത് നമ്മുടെ ഭരണഘടനയിലെ ഓരോ വാക്കും, കുത്തുകളും കോമകളും വരെ, ചിലപ്പോൾ കുത്ത് കോമയൊക്കെ മാറിപ്പോയാൽ അർത്ഥം മാറിപ്പോകും അല്ലേ? അതുകൊണ്ട് ആ കുത്തുകളും കോമകളും വരെ എങ്ങനെ വേണമെന്ന് കൂലങ്കഷമായി ആലോചിച്ച് ചർച്ച ചെയ്യപ്പെട്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഭരണഘടന ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടായതാണ്. അന്ന് ഈ ഭരണഘടനാ അസംബ്ലിയിലേക്കുള്ള ആളുകളെ ഇന്നത്തെ പോലെ വോട്ട് ചെയ്തൊന്നും തിരഞ്ഞെടുത്തതല്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വ്യാപകമായ സമ്മതിദാനാവകാശമൊന്നും വിനിയോഗിക്കാനുള്ള സാഹചര്യം അന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഓരോ സംസ്ഥാനങ്ങളിലെയും ഓരോ പ്രൊവിൻസുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, സെലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടാണ് ഈ ചർച്ച നടത്തിയത്. ആ ഭരണഘടനയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായൊരു വിധി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഭരണഘടനയുടെ 75ാം വാർഷികവും വരുന്നത്. ഒരുപക്ഷെ ആ വിധി ഇന്ന് വന്നാൽ കുറച്ചുകൂടെ ശ്രദ്ധ പിടിച്ച് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ ചർച്ചയായിക്കോട്ടെ എന്ന് പുതിയ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും സഞ്ജയ് കുമാറും തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഏതായാലും ആ ഭരണഘടനയിൽ സോഷ്യലിസം, സെക്യുലറിസം എന്ന വാക്കുകൾ ഉൾപ്പെടുത്തിയതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ആ വിധി വന്നത് ഭരണഘടന വിരുദ്ധമായ ഒരു നടപടിയിലൂടെയാണ് ഈ വാക്കുകൾ ചേർത്തത് എന്നുള്ള വാദവുമായി വന്ന ഹർജികൾ നിരസിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. അപ്പോൾ അതിനകത്ത് വാദമെന്ന് പറയുന്നത് കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതായത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതിയുടെ ആശ്രമത്തിൻ്റെ സ്വത്തുക്കൾ ഭൂപരിഷ്കരണ നിയമപ്രകാരം കേരളത്തിലെ സർക്കാർ ഏറ്റെടുത്തു. അത് തൻ്റെ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്ന് കാണിച്ചുള്ള കേസായിരുന്നു കേശവാനന്ദ ഭാരതി കേസ്. ആ കേസ് പക്ഷേ തോറ്റുപോയെങ്കിലും ആ കേസിലൂടെ ഒരു വലിയ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തം, ഒരു നിയമ സിദ്ധാന്തം ഉണ്ടായി വന്നു. ആ സിദ്ധാന്തമാണ് ബേസിക് സ്ട്രക്ചർ തിയറി. അതായത് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ മാറ്റാൻ പാടില്ല എന്നൊരു തിയറി വന്നു. അപ്പോൾ ഇന്നും ലോകത്തിലെ പല രാജ്യങ്ങളും ലീഗലി അപ്രൂവ് ചെയ്യുന്നതാണ് ഭരണഘടനയുടെ മൗലിക തത്വം മാറ്റാൻ പാടില്ല എന്നൊരു വിധി. ഇത് പറയാറുണ്ട്. ഒരുപക്ഷെ ഇത് ഇന്ത്യൻ കോടതികളുടെ ഒരു വിധി, ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണെങ്കിൽ പോലും പക്ഷേ അതിന് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിന് സ്വാധീനം ചെലുത്തിയത് പാകിസ്ഥാനിൽ അവിടുത്തെ പ്രിവി കൗൺസിലിൻ്റെ ഒരു വിധി, ജസ്റ്റിസ് കോർണേലിയസിൻ്റെ ഒരു വിധിയിലൂടെയാണ് ആദ്യം ബേസിക് സ്ട്രക്ചർ എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞു വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അതിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയുടെ മൗലിക സ്വഭാവങ്ങൾ എന്താണെന്ന് പറയുന്നത് എവിടെയാണ്? ഒരു പുസ്തകം നമ്മൾ വായിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ സ്വഭാവം, പുസ്തകത്തിലൂടെ താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എഴുത്തുകാരൻ പറയുന്നത് ആമുഖത്തിൽ വരും അല്ലേ? ഈ പുസ്തകം എങ്ങനെ ഞാൻ എഴുതി, ഞാനിതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, എൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ പറയും ഈ എഴുത്തുകാരൻ്റെ ആമുഖം. അതുകൊണ്ടാണ് ആമുഖം വളരെ പ്രധാനമാണ്. എഴുത്തുകാരൻ്റെ ഇൻറ്റൻഷൻ വ്യക്തമാക്കുന്നതാണ് ആമുഖം. അതുപോലെ ഭരണഘടന ഉണ്ടാക്കിയവരുടെ ഇൻറ്റൻഷൻ, ഭരണഘടന ഉണ്ടാക്കിയത് വ്യക്തികളല്ല, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്, ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഭരണഘടന പ്രിയാമ്പിൾ, ആമുഖം. ഈ ആമുഖത്തിലാണ് ഭരണഘടനയുടെ മൗലിക സ്വഭാവം ഉള്ളത്. ഈ മൗലിക സ്വഭാവം
എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറാണ്. അത് മാറ്റാൻ പാടില്ല എന്നാണ് 73 ഏപ്രിൽ 24 കേശവാനന്ദ ഭാരതി കേസിൽ ഭരണഘടനാ ബെഞ്ച് വിധിച്ചത്. ഒരു ജഡ്ജിയല്ല, 2 ജഡ്ജിയല്ല, ഒരു വലിയ വിപുലമായ ബെഞ്ച് വിധിച്ചു. ആ ബെഞ്ചിൻ്റെ വിധിയാണ് ഇന്നും തുടരുന്നത്. ആ ബെഞ്ചിൻ്റെ വിധി ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അതിനെ അട്ടിമറിക്കാനുള്ള ചില നീക്കമൊക്കെ നടന്നു, എന്നാൽ പോലും അത് നടന്നില്ല. അപ്പോൾ 73 മുതലുള്ള നമ്മുടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള തീരുമാനിക്കപ്പെട്ട നയം എന്താണ്? ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾ മാറ്റാൻ പാടില്ല, അതായത് പ്രിയാമ്പിൾ മാറ്റാൻ പാടില്ല എന്നാണ് അതിൽ നിന്ന് വിവക്ഷ. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി 42ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നു. അടിയന്തരാവസ്ഥയിൽ പ്രതിപക്ഷം ജയിലിലാണ് അല്ലേ, പാർലമെൻറ്റിൽ ചർച്ചകളില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ ഭരണം നടക്കുകയാണ്. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത് അസാധുവാക്കിയതിനെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി തുടരുന്നത് പോലും ഒരു തരത്തിൽ നിയമവിരുദ്ധമാണ്. നിയമവിരുദ്ധമായി എമർജൻസി പവേഴ്സ് ഉപയോഗിച്ചിട്ട് തുടർന്ന സർക്കാർ, ആ സർക്കാർ പാർലമെൻറ്റിൽ നിന്ന് കോടതികൾക്ക് പോലും ഒരധികാരവും ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ, അതായത് അത് പറയുമ്പോഴത്തേക്ക് ഒരു ചോദ്യം വന്നു സുപ്രീം കോടതി മുമ്പാകെ ഒരു ചോദ്യം വന്നു. നിങ്ങൾ ഈ ഭരണഘടന എമർജൻസി പീരീഡാണ്, പോലീസുകാരൻ വന്നിട്ട് നിങ്ങളുടെ വാതിൽക്കൽ മുട്ടുന്നു, നിങ്ങൾ വാതിൽ തുറക്കുന്നു, നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ ഭാര്യയെ ബലാത്സംഗത്തിന് വിട്ടു തരണം, പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നു, എങ്കിൽ നിങ്ങളുടെ മകനെ ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് അവനെ വെടിവെച്ചു കൊല്ലുന്നു. കോടതിക്ക് ഇടപെടാൻ പറ്റുമോ? സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കോടതി പറഞ്ഞത് എമർജൻസി പീരീഡിൽ ഇടപെടാൻ കഴിയില്ല. അധികാരത്തിൻ്റെ ദുർവിനിയോഗം. അപ്പോൾ നോക്കൂ, ഭരണഘടന എന്നത് എത്ര ഭീകരമാണെന്നതിൻ്റെ ഏറ്റവും ലളിതമായ ഉദാഹരണം, ഏറ്റവും ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലളിതവൽക്കരിക്കപ്പെട്ട ചോദ്യമാണ് കോടതി മുമ്പാകെ വന്നത്. ഒരിക്കൽ കൂടി നിങ്ങൾ ആ രക്തം ഉറഞ്ഞു പോകുന്ന ചോദ്യം കേൾക്കണം. അടിയന്തരാവസ്ഥയുടെ സമയത്ത് ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഒരു SI ഒരു പിസ്റ്റലുമായിട്ട് വരുന്നു, നിങ്ങളുടെ വാതിൽക്കൽ തട്ടുന്നു, നിങ്ങളുടെ ഭാര്യയെ എനിക്ക് വിട്ടുതരണം, കൊണ്ടുപോകണം, ഞാൻ കൊണ്ടുപോകാണെന്ന് പറയുന്നു. നിങ്ങൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മകനെ പിടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് അവനെ വെടിവെച്ചു കൊല്ലുന്നു. കോടതിക്ക് ഇടപെടാൻ പറ്റുമോ? കോടതി മുമ്പാകെ സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഭരണഘടനാ വ്യവസ്ഥകൾ നിലവിലില്ലാത്ത അടിയന്തരാവസ്ഥ കാലത്ത് സാധ്യമല്ല. ആർക്ക് ഇടപെടാൻ പറ്റില്ല? കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. അതാണ് അടിയന്തരാവസ്ഥ. അതായിരുന്നു അടിയന്തരാവസ്ഥ. അങ്ങനെയുള്ള അടിയന്തരാവസ്ഥ കാലത്ത് നമ്മുടെ ഭരണഘടനയിൽ കുത്തിക്കയറ്റിയ വാക്കുകളാണ് സെക്കുലറിസം, സോഷ്യലിസം. അപ്പോൾ ഇത് പലർക്കും അറിഞ്ഞുകൂടാ. ഇവരെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറയും അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിലെ മതേതരത്വം സംരക്ഷിക്കാൻ. ഇല്ല സാർ, അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ മതേതരത്വം ഉണ്ടായിരുന്നില്ല, സോഷ്യലിസം ഉണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ 2 വർഷവും 11 മാസവും 18 ദിവസവും നീണ്ടുനിന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ 11 സെഷൻസുകളായി നടന്ന സമ്മേളനങ്ങളിൽ ഒരിക്കൽ പോലും മതേതരത്വം, സോഷ്യലിസം എന്നീ വാക്കുകൾ ഭരണഘടനയിൽ ചേർക്കണമെന്നുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല. അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ അഭിപ്രായങ്ങൾ നിരസിച്ചുകൊണ്ട് മതേതരത്വം എന്ന വാക്കും വേണ്ട, സോഷ്യലിസവും എന്നും വേണ്ട എന്ന് ഭരണഘടനാ അസംബ്ലി തീരുമാനിച്ചു. അതനുസരിച്ചാണ് നമ്മുടെ ഭരണഘടന വന്നത്. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തപ്പോൾ മെമ്പർമാർക്ക് വിതരണം ചെയ്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഒറിജിനൽ ഭരണഘടനയാണ്. അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി ഈ 2 പദങ്ങൾ കുത്തിക്കയറ്റുന്നതിന് മുമ്പുള്ള ഒറിജിനൽ ഭരണഘടന, ഒറിജിനൽ പ്രിയാമ്പിളുള്ള ഭരണഘടനയാണ്. അപ്പോൾ അങ്ങനെ നിയമവിരുദ്ധമായി നമ്മൾ നോക്കൂ, വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയില്ലേ, പാർലമെൻറ്റ് ചർച്ച ചെയ്തു, സംസ്ഥാന നിയമസഭകളൊക്കെ പാസ്സാക്കി. അങ്ങനെയാണ് വലിയ നിർണായകമായ ഒരു ഭരണഘടനാ ഭേദഗതി വരേണ്ടത്. ആ ഭേദഗതിയിലൂടെ ചേർത്തതാണ് സെക്കുലറിസവും സോഷ്യലിസവും. അടിയന്തരാവസ്ഥ കാലത്താണ് പ്രതിപക്ഷം ജയിലിലായിരുന്നപ്പോഴാണ്, ഒരു ചർച്ചയുമില്ലാതെയാണ് എന്തിന് 73 കേശവാനന്ദ ഭാരതി കേസിലെ വിധിക്കെതിരുമായിരുന്നു ആണല്ലോ. അടിസ്ഥാന പ്രമാണങ്ങൾ മാറ്റാൻ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഇത് കുത്തിക്കയറ്റിയതാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് ബാഹ്യമായ ഒരു സാധനം ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ് 42ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ ഇതൊരു തർക്ക വിഷയമാണ് അന്ന് മുതൽ ഇന്ന് വരെ. നമ്മുടെ ഭരണഘടനയിൽ സോഷ്യലിസവും മതേതരത്വവും വേണ്ട എന്ന് ഭരണഘടന ഉണ്ടാക്കിയവർ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി വിചാരിക്കുന്നത് ന്യൂനപക്ഷങ്ങളൊക്കെ കൂടെ നിർത്താൻ വേണ്ടി മതേതരത്വം ഞാൻ കൂട്ടിച്ചേർത്താൻ പറ്റുമെന്നല്ലേ. ഇന്ദിരാഗാന്ധി വോട്ട് ബാങ്ക് വെച്ചിട്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്തൊരു വലിയ കാലത്തിൻ്റെ ഒരു കാവ്യനീതിയുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടികളെ ചോദ്യം ചെയ്ത ഒരു സുപ്രീം കോടതി ജഡ്ജി നമുക്കുണ്ടായിരുന്നു, HR ഖന്ന എന്നായിരുന്നു. അദ്ദേഹം ഇരുന്നിരുന്നത് 2ാം നമ്പർ കോടതിയിലായിരുന്നു. HR ഖന്ന പക്ഷേ ഇന്ദിരാഗാന്ധിക്കെതിരായ വിധികൾ, ഇന്ദിരാഗാന്ധിയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള വിധികൾ പുറപ്പെടുവിച്ചതുകൊണ്ട് HR ഖന്നയെ ഇന്ദിരാഗാന്ധി ചീഫ് ജസ്റ്റിസ് ആക്കിയില്ല. 2ാം കോടതിയിൽ നിന്ന്
അദ്ദേഹം വിരമിക്കേണ്ടി വന്നു, ഒന്നാം കോടതിയിൽ എത്താനാവാതെ. ആ HR ഖന്നയുടെ അനന്തരവനാണ് ഇപ്പോഴത്തെ സഞ്ജീവ് ഖന്ന എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹം രണ്ടാം കോടതിയിൽ ഇരിക്കുമ്പോഴാണ് ഈ കേസ് അവിടെ പരിഗണനയ്ക്ക് വരുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി വരുന്ന ഓട്ടോക്രാറ്റ് എടുത്ത ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ കേശവാനന്ദ ഭാരതി കേസിന് വിരുദ്ധമായ തീരുമാനങ്ങളെ അറിയാവുന്ന, അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ആളാണ് തൻ്റെ അങ്കിൾ എന്നറിയാവുന്ന ആളായിരുന്നു സഞ്ജീവ് ഖന്ന. അദ്ദേഹം ആ കോടതിയിലിരുന്ന് ഈ നിയമവിരുദ്ധമായ വകുപ്പുകൾ കൂട്ടിച്ചേർത്തതിനെ ചാലഞ്ച് ചെയ്യുന്ന കേസ് കേൾക്കുകയും 1-ാം നമ്പർ കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹം അതിൽ കുഴപ്പമില്ല എന്ന് വിധിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട്? അവിടെ ഒരു സിമ്പിൾ ഒരു കാര്യമുണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാരണം 9-അംഗ ബെഞ്ച്, 9ആണോ 13ആണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, ഞാനത് റെഫർ ചെയ്യാത്തതുകൊണ്ടറിയില്ല. 9-അംഗ ബെഞ്ചോ 13-അംഗ ബെഞ്ചോ ആണ് കേശവാനന്ദ ഭാരതി കേസിൽ വിധി പറഞ്ഞത്. അവരാണ് ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ആ ബെഞ്ചിൻ്റെ വിധിയെ എങ്ങനെ ഒരു 2-അംഗ ബെഞ്ചിന് കിടക്കാം. അപ്പോൾ അന്ന് 9 ആയിരുന്നെങ്കിൽ അതിനേക്കാളും വലിയ 13-അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അന്ന് 13 ആണെങ്കിൽ ഒരു 15-അംഗ ബെഞ്ചെങ്കിലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ മിനിമം 13-അംഗ ബെഞ്ചെങ്കിലും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അന്നത്തെ കേശവാനന്ദ ഭാരതി വിധിയെ മറികടന്ന് പാർലമെൻറ്റ് പാസ്സാക്കിയ, പാർലമെൻറ്റിൽ ഇന്ദിര കൊണ്ട് കുത്തിക്കയറ്റിയ, ഈ വാക്കുകൾ കുത്തിക്കയറ്റിയ ഭരണഘടനാ ഭേദഗതി, 42-ാം ഭരണഘടനാ ഭേദഗതി ശരിയാണോ എന്നൊരു ലാർജർ ബെഞ്ചാണ് പരിശോധിക്കേണ്ടിരുന്നത്. അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അതിന് സഞ്ജീവ് ഖന്ന എന്ന ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാദം ഒരു സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് നമുക്ക് പറയാം. ഒരു ഫെയർ ക്രിറ്റിസിസം ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാകുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മുടെയൊക്കെ അവകാശമാണ്. കാരണം അതെങ്ങനെയാണ്, 13 പേര് വിധി പറഞ്ഞു. ആ വിധിക്കെതിരായിട്ട് 2 പേര് ചേർന്ന് വിധി പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാകും എന്നുള്ള ചോദ്യം സാമാന്യ യുക്തിയിൽ നിന്നുണ്ടാവുന്നതാണ്. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു വാദം, 44 വർഷം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തെന്ന്. 44 വർഷം കഴിഞ്ഞെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ 75 വർഷമായി ഭരണഘടന വന്നിട്ട്, 75 വർഷം പഴയ സാധനമല്ലേ, ഇനി എന്ത് ഭരണഘടന എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് എനിക്ക് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു കണ്ടെത്തലിനോട് വ്യക്തിപരമായി ഒരു നിയമ വിദ്യാർത്ഥി എന്നതിൽ, ഞാനിപ്പോൾ നിയമം പഠിച്ചിട്ടുള്ള ഒരാളാണ്, പക്ഷേ പ്രാക്ടീസിങ് ലോയറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരുപാട് ടെക്നിക്കൽ പറയാം. പക്ഷേ എൻ്റെ ഒരു കോൺഷ്യസ് നിയമബോധം വെച്ചിട്ട് അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. ആർട്ടിക്കിൾ 368 368-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് നമുക്ക് പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളത്. ഭരണഘടനയുടെ ഭാഗമാണ് പ്രിയാമ്പിൾ എന്നതുകൊണ്ട് പ്രിയാമ്പിളും, അതായത് ആമുഖവും വേണമെങ്കിൽ ഭേദഗതി ചെയ്യാമെന്നാണ് ഈ വിധിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആമുഖം ഭേദഗതി ചെയ്ത് ഇപ്പോഴത്തെ BJP സർക്കാരിന് ഈ സെക്യുലറിസവും ഈ സോഷ്യലിസവും എടുത്തു കളയാൻ പറ്റുമോ? പറ്റുമല്ലോ, പറ്റണം. അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇതേ ബെഞ്ച് അന്നേരം മാറ്റി പറയരുത്. കാരണം ഭരണഘടന 368 അനുച്ഛേദപ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ഓക്കെ, ഭേദഗതി ചെയ്യുന്ന ഭരണഘടന എന്നതിനകത്ത് പ്രിയാമ്പിളും വരും, ആമുഖവും വരും. ഓക്കെ, എഗ്രീഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഭേദഗതി ചെയ്ത് വാക്ക് ചേർക്കാൻ അധികാരമുണ്ട്. അങ്ങനെ വാക്ക് നീക്കാനും അധികാരം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. കാരണം അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കേശവാനന്ദ ഭാരതി കേസിലെ വിധി കൊണ്ട് ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാടില്ല. 2, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി ഉൾപ്പെടുത്താത്ത 2 വാക്കുകളാണ്. ഈ 2 കാരണങ്ങൾ വെച്ച് ഇതിനെ ഈ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഈ വിധിയിലൂടെ ഇപ്പോഴത്തെ സർക്കാർ തയ്യാറായാൽ ഇതേ ബെഞ്ച് അപ്പോൾ എന്തു പറയും എന്നൊരു ചോദ്യമുണ്ട്. ഏതായാലും 2-ാം നമ്പർ കോടതിയിൽ ജസ്റ്റിസ് HR ഖന്നയുടെ ആത്മാവ് ഇപ്പോഴും ഉണ്ടായിരിക്കും എന്ന് കരുതുന്നതാണ്. കാരണം അതുപോലെ ക്രൂശിക്കപ്പെട്ട, നിയമത്തിന് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ജസ്റ്റിസിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിൽ ഇന്ത്യയുടെ മുഖ്യ ന്യായാധിപനാകാൻ ഇന്ദിരാഗാന്ധി എന്ന ഫാസിസ്റ്റ് സമ്മതിക്കാതിരുന്ന മഹാനായ ന്യായാധിപനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കോടതിയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ കേസ് 2-ാം കോടതിയിൽ പരിഗണിച്ചപ്പോൾ, വാദം നടന്നപ്പോൾ ആ ബെഞ്ചിലിരുന്ന ന്യായാധിപന്മാർ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ ഉൾപ്പെടെയുള്ളവർ, അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ളത് വല്ലാത്ത ഖേദകരമാണ്. ഏതായാലും ഒരു ഭൂരിപക്ഷ വിധിയെ ന്യൂനപക്ഷ ബെഞ്ച് മാറ്റിമറിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത് വർത്തമാനകാല ഇന്ത്യയുടെ ഒരു ദുരന്തമായിട്ടാണ് ഈ വിധിയെ ഞാൻ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.